അവസാനിപ്പിക്കുന്നു. മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങളുള്ള ബാക്കിയാവല്ലേ? സ്വലിയായ സന്താനം, അതുപോലെ അവർ ചെയ്ത നന്മകള്, സദക്ക. അപ്പോ വേറൊരു വ്യക്തി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ സ്വീകരിക്കുമോ? മറ്റൊരാളുടെ പ്രാർത്ഥന എങ്ങനെയാണ് മരണപ്പെട്ട വ്യക്തിക്ക് സ്വീകരിക്കപ്പെടുക? അവിടെ ഇത് രണ്ടും നമ്മൾ വ്യത്യാസം. ഒന്ന് 3 കാര്യം ബാക്കിയാകും എന്ന് പറഞ്ഞു. ഒന്ന് അവൻ പ്രചരിപ്പിച്ച വിജ്ഞാനം, അത് അവന്റെ അധ്വാന ഫലമാണ്. നമ്മളിവിടെ മുഖാമുഖം നടത്തി, ഞങ്ങളൊക്കെ മരിച്ചു പോയാലും ഒരു പക്ഷേ ഇതിങ്ങനെ CD-യായും അതേപോലെ യൂട്യൂബിലൂടെയും ഒക്കെ ഒരു പക്ഷേ പ്രചരിക്കും. ഇതിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ചില ആളുകൾക്ക് ജീവിതത്തിൽ മാറ്റം വരും. അവരിലൂടെ ഒരുപാട് ആളുകൾക്ക് ഒരു പക്ഷേ ഭാവിയിൽ മാറ്റം വരും. അതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഒരു അധ്വാനത്തിന്റെ ബാക്കിപത്രമാണല്ലോ. അപ്പൊ അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെയ്തു വെച്ച കർമ്മങ്ങളുടെ തുടർച്ചയായിട്ടാണ് അത് നമുക്ക് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ജാരിയായ സ്വതക്കൾ, നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ, പള്ളികൾക്ക്, മദ്രസകൾക്ക്, സ്ഥാപനങ്ങൾക്ക്, അതുപോലെ സ്ഥിരമായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്ക് നൽകുന്ന സാമ്പത്തികമായ, ശാരീരികമായ അതിന് നൽകുന്ന സംഭാവനകൾ, അത് ആ സംരംഭം എത്ര കാലം നിലനിൽക്കുമോ അത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം അതും അവന്റെ അധ്വാന ഫലമാണ്. മൂന്നാമത് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ, അതും അവന്റെ അധ്വാനമാണ് മക്കൾ എന്നുള്ളത്. അവനാണ് പഠിപ്പിച്ചത്, അവനാണ് വളർത്തിക്കൊണ്ടുവന്നത്, അവനാണ് അവർ ഇസ്ലാമികമായ മര്യാദകൾ നൽകിയത്. അതുകൊണ്ട് ഇവന്റെ അധ്വാന ഫലം തന്നെയാണ് മക്കൾ, അതും ഇവന്റെ കർമ്മമായി പരിഗണിക്കപ്പെടും. അങ്ങനെ കർമ്മങ്ങളുടെ ഫലം കിട്ടുക എന്നത് ഈ 3-ൽ പരിമിതമാണ്. മറ്റൊരാളുടെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അയാൾ പ്രാർത്ഥിച്ചതിന്റെ കൂലിയല്ല നമുക്ക് കിട്ടുന്നത്, പ്രാർത്ഥിച്ചതിന്റെ കൂലി അയാൾക്ക് തന്നെയാണ്. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട അതിന്റെ ഗുണഫലമാണ് ലഭിക്കുന്നത്. അല്ലാഹുവിനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചതിനുള്ള പ്രതിഫലം പ്രാർത്ഥിച്ച ആൾക്ക് തന്നെയാണ്, അത് മരിച്ച ആൾക്കല്ല. എന്നാൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചാൽ റിസൾട്ട് എന്താണ്? പുറത്തു കൊടുക്കണേന്ന് പ്രാർത്ഥിച്ചു, റബ്ബ് സ്വീകരിച്ചു, എന്താ കിട്ടുക? അയാൾക്ക് പുറത്തു കൊടുക്കും. ആ പ്രാർത്ഥനയുടെ ഗുണമാണ് അയാൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന ഇബാദത്ത് ചെയ്തതിന് കൂലി പ്രാർത്ഥിച്ച ആൾക്ക് തന്നെയാണ്. അതാണ് വ്യത്യാസം. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഖുർആൻ ഹദീസും പഠിപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥിക്കാൻ ഖുർആൻ ഹദീസും പഠിപ്പിച്ചു. വിശ്വാസികളെ പറ്റി പറഞ്ഞപ്പോൾ റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങൾക്കും ഞങ്ങളെ മുമ്പ് കഴിഞ്ഞുപോയ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് ഖുർആൻ എടുത്തു പറയുകയും ചെയ്തു. ഇപ്പൊ പ്രമാണമുണ്ട്. അതോടൊപ്പം ചെയ്ത ഇബാദത്തിന് കൂലിയല്ല കിട്ടുക. എന്നാൽ മക്കൾ ചെയ്യുമ്പോഴല്ല, മക്കളുടെ പ്രവർത്തനത്തിന്റെ അതിന്റെ പ്രതിഫലം തന്നെ ഇവർക്കുമുണ്ട്. കാരണം ഇവന്റെ അധ്വാന ഫലമാണ്. പഠിപ്പിച്ച ഇൽമിന്റെ പ്രചാരം നാട്ടിൽ നടക്കുമ്പോൾ ഈ വയല് കേട്ട് എത്ര നന്നായോ, അവർ ഇനി എന്തെല്ലാം നന്മകൾ ചെയ്തോ അതിന്റെയൊക്കെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുകയാണ്. കാരണം എന്താ? ഈ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് അയാൾ ആ നന്മ ചെയ്യാൻ നിമിത്തമായത്. അതാണ് വ്യത്യാസം. രണ്ടും തമ്മിൽ വൈരുദ്ധ്യമല്ല.